അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായ വിത്തർ നിസ്കാരത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏറെ മഹത്വമുള്ള സുന്നത്ത് നിസ്കാരമാണ് വിത്തർ നിസ്കാരം എന്ന് നമുക്കറിയാം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നേരത്തെ വിത്തർ നിസ്കാരവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടവരായിരിക്കാം. എന്നിരുന്നാലും ഈ വീഡിയോ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ ആദ്യം സംസാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത്, ഒന്ന്, വിത്തർ നിസ്കാരത്തിന്റെ പൂർണ്ണമായ രൂപം ഞാൻ വിശദീകരിച്ചു തരാം. വിത്തർ നിസ്കാരത്തിന്റെ റക്അത്തുകൾ, അതിൽ ഓതേണ്ട സൂറത്തുകൾ, വിത്തർ നിസ്കാരത്തിന്റെ സമയം, വിത്തർ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ, എങ്കിൽ എങ്ങനെയാണ് നിയത്ത് കരുതേണ്ടത് തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംസാരിക്കാം. മഗ്രിബും ഇശാവും മുന്തിച്ച് ആക്കുന്ന വ്യക്തിക്ക് ഇശായ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഇശായ് ബാങ്കിന് മുമ്പായി വിത്തർ നിസ്കാരം നിർവഹിക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയം പറയാം. വിത്തർ നിസ്കാരത്തിന് ശേഷമുള്ള പ്രത്യേകമായ ദുആ സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് തന്നെ ചൊല്ലിത്തരാം. അതേപോലെ വിത്തർ നിസ്കാരം പതിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതേപോലെ തന്നെ വിത്തർ നിസ്കാരത്തിന്റെ മഹത്വം, അത് വളരെ വിശാലമായ മഹത്വമാണ്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിത്തർ നിസ്കാരം രാത്രി ഉറങ്ങുന്നതിന് മുമ്പാണോ നിസ്കരിക്കേണ്ടത്, ഉറങ്ങി എണീറ്റതിന് ശേഷമാണോ നിസ്കരിക്കേണ്ടത് തുടങ്ങിയ വിഷയങ്ങൾ പറയാം. തുടങ്ങി വിത്തർ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇതിനെല്ലാം പുറമെ വിശുദ്ധമായ റമദാൻ മാസമൊക്കെ നമ്മിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കറിയാം വിത്തർ നിസ്കാരത്തിൽ കുനൂത്ത് ഓതും. എപ്പോഴാണ് വിത്തർ നിസ്കാരത്തിൽ കുനൂത്ത് ഓതേണ്ടത്, ആ കുനൂത്ത് ഓതുന്നതിന്റെ വിധി എന്താണ്, കുനൂത്ത് മറന്നാലുള്ള പരിഹാരം എന്താണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ സംസാരിക്കാം. ഈ വീഡിയോ കാണുന്നതിലൂടെ വിത്തർ നമസ്കാരവുമായി ബന്ധപ്പെട്ട് ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുകയും വിത്തർ നമസ്കാരം കൃത്യമായി നിലർത്തിക്കൊണ്ട് പോരാനുള്ള ഒരു പ്രചോദനം ലഭിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വിത്തർ നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ വിത്തർ നിസ്കാരം എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. ഫത്ഹുൽ മുഈനൊക്കെ ഈ വിത്തർ നിസ്കാരത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. വിത്തർ നിസ്കാരം എന്നുള്ളത് എല്ലാ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെക്കാളും മഹത്തായ സുന്നത്ത് നിസ്കാരമാണ് എന്നുള്ളതാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമുക്കറിയാം, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങളെയാണല്ലോ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് വിളിക്കുന്നത്. ആ സുന്നത്ത് നിസ്കാരങ്ങൾ ഒരുപാട് മഹത്വമുള്ള സുന്നത്ത് നിസ്കാരങ്ങളാണ്. മഹത്വം കണക്കാക്കുന്നിടത്ത് ആ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളടക്കം മഹത്വം കഴിഞ്ഞതിന് ശേഷമാണ് തറാവീഹിന്റെ മഹത്വമൊക്കെ പറയുന്നത്. തറാവീഹൊക്കെ അതിൽ ഓതുന്ന സൂറത്തുകൾ, അതിൽ ചൊല്ലുന്ന ദിക്റുകൾ, അതിൽ എടുക്കുന്ന നമ്മൾ അതിന് വേണ്ടി എടുക്കുന്ന സമയങ്ങൾ, ഇതൊക്കെ അനുസരിച്ച് അതിനൊക്കെ പ്രതിഫലം ലഭിക്കും. എന്നാൽ മൊത്തത്തിൽ മഹത്വം പറയുമ്പോൾ തറാവീഹൊക്കെ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ശേഷമാണ് പറയുന്നത്. എന്നാൽ ഈ റവാത്തിബ് സുന്നത്ത് നിസ്കാരം എല്ലാ റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങളെക്കാളും എത്രത്തോളം എന്ന് വെച്ചാൽ സുബ്ഹിക്ക് മുമ്പുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരത്തെക്കാളും മഹത്വമുള്ള സുന്നത്ത് നിസ്കാരമാണ് വിത്തർ നിസ്കാരം എന്നുള്ളത്. അപ്പോൾ വിത്തർ നിസ്കാരം എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ്. അത് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കാം. മറ്റൊന്ന്, വിത്തർ നിസ്കാരം, അതായത് വിത്തർ നമസ്കാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, മുഖയ്യദായ സുന്നത്ത് നമസ്കാരങ്ങൾ, മുഖയ്യദായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നിസ്കാരങ്ങളെയാണല്ലോ മുഖയ്യദായ സുന്നത്ത് നിസ്കാരങ്ങൾ എന്ന് പറയാം. നമ്മൾ സാധാരണ കേൾക്കുന്ന റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, വിത്തർ നിസ്കാരം, അതേപോലെ തന്നെ തറാവീഹി നിസ്കാരം, അതേപോലെ തന്നെ ളുഹാ നിസ്കാരം തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിച്ചതാണ്. ഇങ്ങനെയുള്ള സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കുന്ന ഏതൊരു നിസ്കാരവും മുഖയ്യദായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. ഈ മുഖയ്യദായ സുന്നത്ത് നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലാണ് വരിക. ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഇപ്പൊ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ജമാഅത്ത് സുന്നത്തില്ല, ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത്. ളുഹാ നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ല, ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത്. വിശുദ്ധമായ റമദാനിലെ രാവുകൾ നിർവഹിക്കുന്ന തറാവീഹ് നിസ്കാരം അവിടെ ജമാഅത്ത് സുന്നത്തുണ്ട്, ജമാഅത്തായി നിർവഹിക്കുന്നതിന് എനിക്ക് ഒരുപാട് മഹത്വമുണ്ട്. അതേപോലെ പെരുന്നാൾ നിസ്കാരം ജമാഅത്ത് സുന്നത്തുള്ളതിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമുണ്ട്, ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരമുണ്ട്. എന്നാൽ വിത്തർ നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകത, വിത്തർ നിസ്കാരം സാധാരണഗതിയിൽ ജമാഅത്ത് സുന്നത്തില്ല. സാധാരണഗതിയിൽ വിത്തർ നിസ്കാരം ഒറ്റയ്ക്ക് തന്നെയാണ് നിസ്കരിക്കേണ്ടത്, ജമാഅത്ത് സുന്നത്തില്ല. എന്നാൽ വിശുദ്ധമായ റമദാന്റെ രാവുകളിൽ മാത്രം വിത്തർ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ വിത്തർ നിസ്കാരത്തിന്റെ ഒരു പ്രത്യേകതയാണ്, റമദാനിന്റെ രാവുകളിൽ മാത്രം വിത്തർ നിസ്കാരം ജമാഅത്ത് സുന്നത്താണ്, മറ്റു ദിവസങ്ങളിലൊക്കെ ഒറ്റയ്ക്കായിട്ടാണ് നിസ്കരിക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം നമ്മൾ മനസ്സിലാക്കുക, റമദാനിൽ ഒരുപാട് പേര് വിത്തർ നിസ്കാരം നിർവഹിക്കുന്നുണ്ടാകും.
എന്നാൽ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ പല ആളുകളും ഇത് ഒഴിവാക്കുന്നുമുണ്ടാകും. എന്നാൽ മനസ്സിലാക്കേണ്ടത് വിത്ർ നിസ്കാരം റമദാനിൽ മാത്രം സുന്നത്തുള്ള ഒരു നിസ്കാരമല്ല. വിത്ർ നിസ്കാരം എല്ലാ ദിവസവും എല്ലാ രാത്രികളിലും സുന്നത്തുള്ള നിസ്കാരമാണ്. അതിന്റെ സമയമൊക്കെ പറയാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റമദാനിൽ വിത്ർ നിസ്കാരം ജമാഅത്ത് പ്രത്യേകം സുന്നത്താണ്. ഇനി റമദാനിലും ഒരാൾക്ക് ജമാഅത്ത് പറ്റുന്നില്ല എങ്കിൽ ഒറ്റയ്ക്കും നിസ്കരിക്കാം. ആവശ്യം കൂടി ശ്രദ്ധിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിത്ർ നിസ്കാരത്തിന്റെ സമയം. എപ്പോഴാണ് വിത്ർ നിസ്കാരം നിർവഹിക്കേണ്ടത്? അതായത് ഇശായി നിസ്കരിച്ച് സുബ്ഹി വരെയാണ് ഇതിന്റെ സമയം. തറാവിഹിന്റെ സമയം ഇതേ സമയമാണ്. നമുക്കറിയാം ഇശായി നിസ്കാരം കഴിഞ്ഞത് മുതൽ സുബ്ഹി വരെയാണ് തറാവിഹിന്റെ സമയം. അതേപോലെയാണ് വിത്ർ നിസ്കാരത്തിന്റെയും സമയം. ഇശായി നിസ്കരിച്ചത് മുതൽ സുബ്ഹി വരെയാണ് വിത്ർ നിസ്കാരത്തിന്റെ സമയം. എന്നാൽ വിത്ർ നിസ്കാരത്തിന്റെ അടുത്ത് ഇവിടെ രാത്രിയിൽ നേരത്തെ നിസ്കരിക്കലാണോ അല്ല പിന്നീട് നിസ്കരിക്കലാണോ എന്നുള്ളത് പല ആളുകൾക്ക് സംശയമുണ്ട്. അതിനു മുമ്പ് ഈ ആക്കി നിസ്കരിക്കുമല്ലോ, ഇപ്പൊ യാത്രകളിലൊക്കെ അവിടെ മുന്തിജം ആക്കി നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ആദ്യം മഗ്‌രിബിന്റെ സമയത്ത് മഗ്‌രിബ് നിസ്കരിച്ചു, പിന്നെ ഇശാവും കൂടി നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇശാ ബാങ്ക് വരെ കാത്തു നിൽക്കണമെന്നില്ല. ആ ഇശാ നിസ്കാര ശേഷം തന്നെ അവനിക്ക് വിത്ർ നിസ്കാരം നിർവഹിക്കാം. കാരണം അവിടെ യഥാർത്ഥത്തിൽ ഇശായിൻ ബാങ്ക് കൊടുത്തിട്ടില്ല, ഇശായിന്റെ സമയമായിട്ടില്ല എങ്കിലും ഇവനെ സംബന്ധിച്ചിടത്തോളം ആക്കിയത് കൊണ്ട് തന്നെ ഇശായി നിസ്കാരം ഇവനിക്ക് ഇശായി നിസ്കാരം പൂർത്തിയായി. അതുകൊണ്ട് ഈ ഇശായി നിസ്കാര ശേഷം വിത്ർ നിസ്കാരം നിർവഹിക്കാൻ പറ്റും. വിത്റിന്റെ സമയം എന്നുള്ളത് സുബ്ഹി ബാങ്ക് വരെയാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ വിത്ർ നമസ്കാരത്തിൽ ഏത് സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും നല്ലത്? അതിനു മുമ്പ് മറ്റൊരു കാര്യം, ഈ വിത്ർ നമസ്കാരം തന്നെ ഇശാ നിസ്കാര ശേഷമാണ് ഒരാൾ നിസ്കരിക്കേണ്ടത്. ഇശാ ബാങ്ക് കൊടുത്ത് അവൻ ഇശായി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ അവൻ വിത്ർ നിസ്കാരം നിർവഹിക്കരുത്. അവൻ നിസ്കരിക്കേണ്ടത് ഇശാവും കൂടി നിസ്കരിച്ചതിന് ശേഷമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മൾ ശേഷമുള്ള റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ളുഹുറിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരം, ഇതൊക്കെ എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്? അതായത് ഫർദ് നിസ്കാരങ്ങൾ നിർവഹിച്ചതിന് ശേഷമാണ്. അതുപോലെ വിത്ർ നിസ്കാരം ഇശായി നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് വിത്ർ നിസ്കാരം നമ്മൾ നിർവഹിക്കേണ്ടത്. ആവശ്യം ശ്രദ്ധിക്കുക. സുബ്ഹി വരെ സമയമുണ്ട്. ഈ സമയത്തിൽ വെച്ച് ഏത് സമയത്താണ് നിസ്കരിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അവിടെ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കുക. വിത്ർ നമസ്കാരം രണ്ട് രൂപത്തിലായി നമുക്ക് നിസ്കരിക്കാം. ഒന്ന്, വിത്ർ നമസ്കാരം നമ്മൾ രാത്രി കിടന്നുറങ്ങി സുബ്ഹിക്ക് മുമ്പ് ഉണർന്ന് നിസ്കരിക്കുമെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ, സാധാരണ അങ്ങനെ നിസ്കരിക്കാറുണ്ട്, ആ രീതി നമുക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് സുബ്ഹിക്ക് മുമ്പ് എണീറ്റ് വിത്ർ നമസ്കാരം നിർവഹിക്കുന്ന രൂപത്തിൽ വിത്ർ നമസ്കാരത്തെ രാത്രിയുടെ അവസാനത്തിലേക്ക് പിന്തിപ്പിക്കാം. അതായത് വിത്ർ നമസ്കാരം നിസ്കരിക്കാതെ തന്നെ കിടന്നുറങ്ങി രാത്രി എണീറ്റ് വിത്ർ നമസ്കാരം നമുക്ക് നിർവഹിക്കാൻ പറ്റും. ആവശ്യം ശ്രദ്ധിക്കാം. അതായത് സാധാരണ അങ്ങനെ നിസ്കരിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടെങ്കിൽ ആ രൂപം സ്വീകരിക്കാം. അല്ല എങ്കിൽ ആദ്യം തന്നെ വിത്ർ നമസ്കാരം നിർവഹിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങാനും പറ്റും. അതായത് രാത്രിയുടെ അവസാനത്തേക്ക് വെക്കണമെന്നില്ല. ഇശായി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഉറങ്ങുന്നതിന് മുമ്പായി വിത്ർ നമസ്കാരം നിർവഹിച്ച് തന്നെ നമുക്ക് ഉറങ്ങാനും പറ്റും. സഹാബത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ഈ രണ്ട് രീതികളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പതിവ് ആദ്യം വിത്ർ നമസ്കരിക്കും, പിന്നെ കിടന്നുറങ്ങലായിരുന്നു. മഹാനായ ഉമർ റളിയല്ലാഹുവിന്റെ പതിവ് ആദ്യം ഒരൽപ്പം കിടന്നുറങ്ങി പിന്നെ എണീറ്റ് വിത്ർ നിസ്കരിക്കലായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനു പിന്തുടർന്നു പോന്നിരുന്നത് അബൂബക്കർ റളിയല്ലാഹുവിനെയും അതേപോലെ തന്നെ അലി റളിയല്ലാഹുവിനെ പിന്തുടർന്നു പോന്നിരുന്നത് ഉമർ റളിയല്ലാഹുവിനെയാണെന്നൊക്കെ ഫത്വൽ മുഈൻ ആ വിഷയം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഏതിരുന്നാലും ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത്, പറ്റുമെങ്കിൽ രാത്രിയുടെ അവസാനത്തേക്ക് അങ്ങനെ മാറ്റിവെക്കുന്ന ആൾക്ക് അങ്ങനെ മാറ്റിവെക്കാം, അല്ല എങ്കിൽ നേരത്തെ തന്നെ നിസ്കരിക്കാം. ആവശ്യം കൂടി ശ്രദ്ധിക്കാം. ഇനി വിത്ർ നിസ്കാരവും തഹജ്ജുദ് നിസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കുമ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇപ്പൊ തഹജ്ജുദിന്റെയും വിത്റിന്റെയും സമയം നോക്കിയാൽ നമുക്കറിയാം, വിത്ർ നിസ്കാരത്തിന്റെ സമയം ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇശായി നിസ്കാരം കഴിഞ്ഞത് മുതൽ സുബ്ഹി വരെയാണ് വിത്ർ നിസ്കാരത്തിന്റെ സമയം. എന്നാൽ തഹജ്ജുദിന്റെ അവിടെ മറ്റൊരു കണ്ടീഷൻ കൂടിയുണ്ട്. അതായത് ഇശായി നിസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ഇശായിന്റെ സമയം കഴിഞ്ഞ് ഒരൽപ്പം കിടന്നുറങ്ങണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ രാത്രി ഒരൽപ്പം കിടന്നുറങ്ങി എണീറ്റാൽ മാത്രമാണ് നമുക്ക് അവിടെ തഹജ്ജുദ് നിസ്കാരം നിർവഹിക്കാൻ പറ്റുക. അപ്പോൾ ഒരാൾ ഇശാ ബാങ്ക് കൊടുത്തതിന് ശേഷമാണ് കിടന്നുറങ്ങിയത്, പക്ഷെ ഇശാ നിസ്കരിച്ചിട്ടില്ല, കിടന്നുറങ്ങി ഒരു 4 മണിക്ക് എണീറ്റ് അയാൾ ഇശായും ആദ്യം നിസ്കരിച്ചു, എന്നാൽ ശേഷം തഹജ്ജുദ് നിസ്കരിക്കാം. അതല്ല, രാത്രി ഒരൽപ്പമെങ്കിലും കിടന്നുറങ്ങണം എന്നുള്ളത് തഹജ്ജുദ് നമസ്കാരത്തിന്റെ ഇവിടെ ഒരു കണ്ടീഷനുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ രാത്രി കിടന്നുറങ്ങി എണീറ്റതിന് ശേഷം വിത്ർ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ വിത്ർ നിസ്കാരത്തോടെ കൂടെ അവനിക്ക് തഹജ്ജുദിനെയും കരുതാൻ പറ്റും. കാരണം വെച്ചാൽ അവിടെ ഉറക്കുമായല്ലോ, ഇശാ നിസ്കാരവുമായി ഉറക്കുമായി. അങ്ങനെയാണെങ്കിൽ ആ അങ്ങനെ ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ആ നിസ്കാരത്തോടെ കൂടെ തഹജ്ജുദിനെയും കരുതാൻ പറ്റും. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ല, രാത്രി ഒരാൾ വിത്ർ നമസ്കാരം നിസ്കരിച്ച് കിടന്നുറങ്ങിയാൽ അവർക്ക് സുബ്ഹിക്ക് മുമ്പുണർന്ന് തഹജ്ജുദ് മാത്രമായിട്ട് നിസ്കരിക്കാം. ആവശ്യം കൂടി മനസ്സിലാക്കാം.
അപ്പോൾ തഹജ്ജുദ് നിസ്കാരവും വിത്ർ നമസ്കാരവും ഒന്നിച്ച് നിർവഹിക്കാൻ പറ്റുമോ എന്നുള്ള വിഷയം പറഞ്ഞു. ഒപ്പം വിത്ർ നമസ്കാരത്തിന്റെ സമയങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വിത്ർ നമസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണമാണ്. അതായത് വിത്ർ നിസ്കാരം എന്നുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്താണ്. വിത്ർ നമസ്കാരം ഏറ്റവും ചുരുങ്ങിയത് ഒരു റക്അത്താണ്. ഏറ്റവും പരിപൂർണമായത് 11 റക്അത്താണ്. അപ്പൊ മാക്സിമം വിത്ർ നിയ്യത്തോടെ കൂടെ നമുക്ക് 11 റക്അത്ത് വരെ നിസ്കരിക്കാം. എന്നാൽ പരിപൂർണമായതിൽ ചുരുങ്ങിയത് 3 റക്അത്താണ്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 1 പരിപൂർണമായതിൽ ചുരുങ്ങിയത് 3. അപ്പൊ പറ്റുമെങ്കിൽ നമ്മൾ 3 റക്അത്ത് നിസ്കരിക്കാം. ഇനി അതല്ല എങ്കിൽ 11 റക്അത്താണ് മാക്സിമം 11 റക്അത്ത് വരെ നിസ്കരിക്കാം. ഇനി വേണമെങ്കിൽ 3നേക്കാളും കുറച്ചും കൂടി കൂടുതലുള്ള 5 റക്അത്ത് നിസ്കരിക്കാം, അല്ലെങ്കിൽ 7 നിസ്കരിക്കാം, അല്ലെങ്കിൽ 9 നിസ്കരിക്കാം. മാക്സിമം പോയാൽ 11 വരെ നമുക്ക് വിത്റിന്റെ നിയ്യത്തോടെ കൂടെ നിസ്കരിക്കാം. ആവശ്യം മനസ്സിലാക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ വിത്ർ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഒറ്റയായ റക്അത്തുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഒന്നിരിക്കലൊന്ന് ഏറ്റവും ചുരുങ്ങിയത്, അല്ലെങ്കിൽ പരിപൂർണമായി ചുരുങ്ങിയതിൽ നിന്നുള്ള 3, 5 പറ്റുന്ന 5, 7, 9, ഇനി മാക്സിമം 11 ഇങ്ങനെ നിസ്കരിക്കുക. ഇത് ഒറ്റ റക്അത്തുകളായിട്ടാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. ഇനി അത് മാത്രമല്ല, വിത്ർ നമസ്കാരം നിർവഹിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 3 നിസ്കരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആദ്യം 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുക. 5 റക്അത്ത് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം 2 റക്അത്തുകളായി നിസ്കരിച്ച് സലാം വീട്ടി പിന്നെ 1 റക്അത്ത് സെപ്പറേറ്റ് നിസ്കരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആ വിഷയം ശ്രദ്ധിക്കുക. അപ്പോൾ അവസാനത്തെ ഈ 3 റക്അത്തുകൾ 3 റക്അത്ത് നിസ്കരിക്കുന്നത് സംബന്ധിച്ചിടത്തോളം അവന്റെ അവസാനത്തെ 3 റക്അത്ത് എന്നുള്ളത് ആ 3 റക്അത്ത് തന്നെയാണ്. ആ 3 റക്അത്ത് ഒന്നിച്ച് നിസ്കരിക്കുക എന്നുള്ളത് കറാഹത്താണ്. ഇനി 3ൽ കൂടുതൽ നിസ്കരിക്കുമ്പോൾ ഇപ്പൊ 5 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 7 റക്അത്ത് നിസ്കരിക്കുമ്പോൾ ആദ്യം 2, 2, 2 3 തവണ 2 നിസ്കരിച്ച് പിന്നെ 1 നിസ്കരിക്കുക. അപ്പൊ ആദ്യവും അവിടെയും നമ്മൾ ആദ്യം 2, 2, 2, 1 എന്ന രൂപത്തിൽ സ്വീകരിക്കുന്ന ഒരു രീതി, ആ രീതി തന്നെയാണ് അവിടെയും നല്ലത്. അപ്പൊ 11 റക്അത്ത് വരെ നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല എന്താണ്, 5 തവണ ഈ 2 റക്അത്തുകളായി നിസ്കരിച്ച് അവസാനം 1 റക്അത്ത് നിസ്കരിക്കുക. ആ രൂപം സ്വീകരിക്കലാണ് ഏറ്റവും നല്ലത്. ആ രൂപം തന്നെ സ്വീകരിക്കാനുള്ള പ്രത്യേകം ശ്രദ്ധിക്കണം. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ വിത്ർ നമസ്കാരത്തിന്റെ റക്അത്തുകളാണ് നമ്മൾ പറഞ്ഞത്. റക്അത്തുകൾ പറഞ്ഞു, അതിന്റെ സമയം പറഞ്ഞു, തഹജ്ജുദുമായി ഒന്നിച്ച് നിസ്കരിക്കാൻ പറ്റുമോ തുടങ്ങിയ വിഷയങ്ങളൊക്കെ പറഞ്ഞു. ഇനി അതിന്റെ നിയ്യത്തും അതേപോലെ തന്നെ മറ്റു രൂപവും സൂറത്തുകളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, 1 റക്അത്ത് വിത്ർ സുന്നത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? സുല്ലി സുന്നത്തുൽ വിത്രി റക്അത്തൻ മുതവജ്ജിഹൽ ഖിബ്ലത്തി ലില്ലാഹി തആല. വിത്ർ 1 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയ്യത്ത് വെച്ചിട്ട് 1 റക്അത്ത് നിസ്കരിക്കാം. പക്ഷെ സാധാരണ 3 റക്അത്ത് നിസ്കരിക്കുന്ന എല്ലാ ആളുകളും ശ്രമിക്കുന്നുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുക, പിന്നെ 1 റക്അത്ത് നിസ്കരിക്കുക. അപ്പൊ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എങ്ങനെ നിയ്യത്ത് വെക്കണം? ഉസുല്ലി സുന്നത്തുൽ വിത്രി റക്അത്തൈനി മുതവജ്ജിഹൽ ഖിബ്ലത്തി ലില്ലാഹി തആല. വിത്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടെ കൂടെ 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് നമ്മൾ സലാം വീട്ട. എന്നിട്ട് എണീറ്റതിന് ശേഷം മുസല്ലി സുന്നത്തുൽ വിത്രി റക്അത്തൻ ലില്ലാഹി തആല, വിത്റിന്റെ 1 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയ്യത്ത് വെച്ചിട്ട് നിസ്കരിച്ച് നമുക്ക് സലാം വീട്ടാം. ആവശ്യം മനസ്സിലാക്കാം. ഇനി 11 നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 2 റക്അത്ത് നിയ്യത്ത് വെക്കാം. ഉസുല്ലി സുന്നത്തുൽ വിത്രി റക്അത്തൈനി മുതവജ്ജിഹൻ ഖിബ്ലത്തി ലില്ലാഹി തആല. ഇനി ഒരാൾക്ക് നിയ്യത്ത് അറബിൽ തന്നെ സംഭവിക്കണം എന്നില്ല കേട്ടോ. നിയ്യത്ത് മലയാളത്തിലായാലും ശരിയാകും. മനസ്സുകൊണ്ട് കരുതലാണ് നിയ്യത്ത് നിർബന്ധമുള്ളത്. ഒപ്പം വായ കൊണ്ട് പറയലും നല്ലതാണ്. ആവശ്യം കൂടി ശ്രദ്ധിക്കുക. അപ്പൊ ആദ്യം 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ വിത്റിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടെ കൂടെ 2 റക്അത്ത് നിസ്കരിക്കുക. സാധാരണ 2 റക്അത്ത് നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുക, സലാം വിട്ട, എന്നിട്ട് എണീക്കുക. എന്നിട്ട് വിത്റിന്റെ 1 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയ്യത്ത് വെച്ചിട്ട് സലാം വിട്ട. 1 റക്അത്ത് നിസ്കരിക്കുക, ഇത് അത്തഹിയാത്തും ശേഷമുള്ള സലാത്തും ദുആവും ഒക്കെ ചൊല്ലി സലാം വിട്ട. അപ്പോൾ 1 റക്അത്ത് പൂർത്തി. ഇതാണ് 3 റക്അത്ത് നിസ്കരിക്കുന്ന രൂപം. ഇനി 11 നിസ്കരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ അതേപോലെ 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ട, വീണ്ടും 2 റക്അത്ത് നിസ്കരിക്കുക, സലാം വിട്ട. അങ്ങനെ 5 തവണ ഈ 2 റക്അത്തുകൾ നിസ്കരിച്ചാൽ 10 റക്അത്ത് പൂർത്തിയാക്കാൻ പറ്റും. ഇനി അവസാനം 1 റക്അത്തും കൂടി നിസ്കരിച്ച് സലാം വിട്ട. അങ്ങനെ ആകുമ്പോൾ 11 റക്അത്ത് പൂർത്തിയാക്കാൻ പറ്റും. അതാണ് 11 റക്അത്തിലെ രൂപം. ഇനി 9 റക്അത്താണെങ്കിൽ ആദ്യം 4 തവണ ഈ 2 റക്അത്തുകൾ നിസ്കരിക്കുക, അവസാനം 1 റക്അത്ത് സെപ്പറേറ്റ് നിസ്കരിക്കുക. ഇനി അതേപോലെ തന്നെ 7 റക്അത്താണെങ്കിൽ 3 തവണ ഈ 2 റക്അത്തുകളായി നിസ്കരിക്കുക. 5 റക്അത്താണെങ്കിൽ 2 തവണ ഈ 2 റക്അത്തുകളായി നിസ്കരിക്കുക. എല്ലാത്തിന്റെയും അവസാനം 1 റക്അത്ത് മാത്രമായിട്ട് നിസ്കരിക്കുക. അങ്ങനെ ഉള്ള രൂപമാണ് സ്വീകരിക്കേണ്ടത്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരാള് തഹജ്ജുദിന്റെ സമയത്ത് എണീറ്റ് നിസ്കരിക്കാൻ, അതായത് രാത്രി കിടന്നുറങ്ങി എണീറ്റതിന് ശേഷമാണ് വിത്ർ നിസ്കരിക്കുന്നെങ്കിൽ ആ വിത്ർ നിസ്കാരത്തോടെ കൂടെ തഹജ്ജുദിനെയും കരുതാൻ പറ്റും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഉസുല്ലി സുന്നത്തുൽ വിത്രി റക്അത്തൈനി
മാ തഹജ്ജുദി ലില്ലാഹി തആല, വിത്തറിന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം തഹജ്ജുദോടെ കൂടെ അല്ലാഹു തആലക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. വേണമെങ്കിൽ ഇങ്ങനെ കരുതിയിട്ട് അവയ്ക്ക് നിസ്കരിക്കാവുന്നതാണ്. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് രാത്രി ഉറങ്ങി എണീറ്റ് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക് വിത്തർ നമസ്കാരം നിർവഹിക്കലോടെ കൂടെ അവനിക്ക് തഹജ്ജുദും കൂടി കിട്ടും എന്നുള്ളതാണ്. ഇനി ഒരുപാട് നിസ്കരിക്കുന്ന ആളാണെങ്കിൽ വിത്തർ നമുക്കറിയാം 11 റക്അത്താണ് മാക്സിമം നിസ്കരിക്കാൻ പറ്റുക. ഒരുപാട് നിസ്കരിക്കുമ്പോൾ തഹജ്ജുദിന്റെ റക്അത്തുകൾക്ക് പരിധിയില്ല. അതിന് മുമ്പുള്ള സമയം, ഈ 11ന് മുമ്പുള്ള സമയങ്ങളൊക്കെ തഹജ്ജുദ് മാത്രമായിട്ട് സെപ്പറേറ്റ് ആക്കി നിസ്കരിക്കാനും പറ്റും. ആവശ്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതിരുന്നാലും വിത്തറിന്റെയും തഹജ്ജുദിന്റെയും ഒക്കെ സമയം സുബ്ഹി ബാങ്കോട് കൂടെ അവസാനിക്കും. ആവശ്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിത്തർ നമസ്കാരം നിർവഹിക്കുന്ന അതിന്റെ നിയത്തിന്റെ രൂപമാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ 2 റക്അത്തിന് വേണ്ടി നമ്മൾ കൈകെട്ടിയാൽ സാധാരണ 2 റക്അത്ത് എങ്ങനെയാണ് നിസ്കരിക്കുന്നത് അതേപോലെ നിസ്കരിക്കുക, സലാം വിട്ട. ഇനി വിത്തർ നമസ്കാരം 3 റക്അത്ത് മാത്രം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം ഫാത്തിഹയ്ക്ക് ശേഷം സബ്ബിഹിസ്മ സൂറത്ത്, 1ാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂന ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്താണ്. പിന്നെ അവസാനത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസും അതായത് ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തും ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് സൂറത്തും ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഫാത്തിഹയ്ക്ക് ശേഷം ഈ 3 സൂറത്ത് ഓതുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ്. ഇത് പറഞ്ഞത് ആർക്കാണ്? 3 റക്അത്ത് നിസ്കരിക്കുന്ന ഒരു വ്യക്തിക്ക്. ഇനി 3-ലധികം നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അവസാനത്തെ 3 റക്അത്തിലായിട്ട് ഈ 3 സൂറത്തുകൾ ഓതാം. അപ്പോൾ ഒരു വ്യക്തി 11 നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അവന്റെ അവസാനത്തെ 3 റക്അത്ത്, 9ാമത്തെ റക്അത്ത്, 10ാമത്തെ റക്അത്ത്, 11ാമത്തെ റക്അത്ത്. അപ്പോൾ 9-ൽ സബ്ബിഹിസ്മ, 10-ൽ സൂറത്തുൽ കാഫിറൂന, 11-ൽ സൂറത്തുൽ ഇഖ്ലാസ്, അത് ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും ഖുൽ ഔദു ബിറബ്ബിൻ നാസ്, ഈ 3 സൂറത്ത് ഓതാം. അവസാനത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് 3 സൂറത്തും ഓതുക എന്നുള്ളത് സുന്നത്താണ്. ആവശ്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് വിത്തർ നമസ്കാരത്തിൽ ഓതുന്ന സൂറത്തുകളൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അങ്ങനെ പല ആളുകൾക്ക് സംശയം ഉണ്ടാവും, ഇവിടെ കുനൂത്ത് ഓതണോ എന്നുള്ളത്, വജ്ഹത്ത് ഓതണോ എന്നുള്ളതൊക്കെ. അതായത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, മയ്യത്ത് നമസ്കാരമല്ലാത്ത മറ്റെല്ലാ നിസ്കാരങ്ങളിലും വജ്ഹത്ത് ഓതുക എന്നുള്ളത് സുന്നത്താണ്. അപ്പോൾ എപ്പോഴാണ് വജ്ഹത്ത് ഓതേണ്ടത്? അതായത് തക്ബീറത്തുൽ ഇഹ്റാമിനുടനെ, ഇപ്പോൾ 5 റക്അത്ത് നിസ്കരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യ 2 റക്അത്ത് തക്ബീർ, ആദ്യം 2 റക്അത്തിന്റെ നിയത്ത് വെച്ച് 2 റക്അത്ത് നിസ്കരിക്കുമല്ലോ. അപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിനുടനെ വജ്ഹത്ത് ഓതുക. ഇനി അതൊക്കെ ആ 2 റക്അത്ത് സലാം വിട്ട് വീണ്ടും 2 റക്അത്ത് തുടങ്ങുമ്പോൾ അവിടെയും തക്ബീറത്തുൽ ഇഹ്റാമിനുടനെ വജ്ഹത്ത് ഓതുക. അങ്ങനെ വജ്ഹത്ത് ഓതുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇനി ഒരാൾ വജ്ഹത്ത് മറന്നിട്ട് ഫാത്തിഹയിലേക്ക് പ്രവേശിച്ചാൽ 2ാമത് വജ്ഹത്തിലേക്ക് മടങ്ങരുത്. ആവശ്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വിത്തർ നിസ്കാരത്തിന്റെ രൂപവും ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി മറ്റൊക്കെ ബാക്കിയുള്ള നിസ്കാരങ്ങളെ പോലെ തന്നെയാണ്. ഇനി അവസാനം സലാം വീട്ടാൻ വേണ്ടി അത്തഹിയാത്തിന് ഇരിക്കുമ്പോൾ അവിടെ അത്തഹിയാത്തും ഇഷ്ടമുള്ള സലാത്തും ദുആവും ഒക്കെ ചൊല്ലിയിട്ട് പറ്റുമെങ്കിൽ സലാം വീട്ടാം. ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത്തഹിയാത്തും സലാത്തും ഏതായാലും ചെല്ലണം. ഒപ്പം ആ സലാത്ത് പൂർണ്ണമായി തന്നെ ചെല്ലുക. അതായത് നിസ്കാരത്തിൽ അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നമ്മൾ ചൊല്ലുന്ന ഇബ്രാഹിമിയ സലാത്ത് പറ്റുമെങ്കിൽ ആ ഇബ്രാഹിമിയ സലാത്ത് തന്നെ കൊണ്ടുവരിക. അതിനുശേഷമുള്ള ദുആ, ആ ദുആവും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ആ ദുആവും കൊണ്ടുവന്നിട്ട് സലാം വിട്ടാം. അങ്ങനെയാണ് സലാം വിട്ടാൻ വേണ്ടി നമ്മൾ എപ്പോഴും ഇരിക്കുമ്പോൾ ചെയ്യേണ്ടത്. ഇനി മാത്രമല്ല, സലാം വിട്ടാൻ വേണ്ടി നമ്മൾ നിസ്കാരത്തിൽ ഇരിക്കുമ്പോൾ അത് അവസാനത്തെ, അത് ഇപ്പൊ 4 റക്അത്തുള്ള നിസ്കാരം ഈ 2 റക്അത്തുള്ള നിസ്കരിക്കാണ്. സലാം വിട്ടാൻ വേണ്ടി 2ാമത്തെ റക്അത്തിന്റെ അവസാനത്തിൽ നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ നമ്മൾ ചെയ്യേണ്ട ഒരു ഘട്ടം എന്ന് വെച്ചാൽ, സലാം വിട്ടാൻ വേണ്ടി ഇരിക്കുമ്പോൾ തവറൂക്കിന്റെ ഇരുത്തമാണ് നമ്മൾ എപ്പോഴും ഇരിക്കേണ്ടത്. അതായത് നമ്മളുടെ ഇടത് ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം, ഇടത് ചന്തി ഇടത് കാലിന്റെ മുകളിൽ വെച്ചുകൊണ്ടുള്ള ഇരുത്തമല്ല, 2 സുജൂദുകൾക്കിടയുള്ള ഇരുത്തം. ആ ഇരുത്തത്തെ ഇഫ്തിറാഷിന്റെ ഇരുത്തം എന്നാണ് പറയാ. എന്നാൽ ആ ഇരുത്തമല്ല തവറുക്കിന്റെ ഇരുത്തം. തവറുക്കിന്റെ ഇരുത്തം എന്ന് വെച്ചാൽ ഇടത് ചന്തി നിലത്ത് വെച്ചുകൊണ്ടുള്ള ഇരുത്തം. ആ ഇരുത്തമാണ് എപ്പോഴും നമ്മൾ സലാം വിട്ടാൻ വേണ്ടി നിസ്കാരത്തിൽ ഇരിക്കുമ്പോൾ ഇരിക്കേണ്ടത്. ആവശ്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിത്തർ നമസ്കാരത്തിന്റെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി വിത്തർ നമസ്കാരത്തിൽ ഓതുന്ന കുനൂത്ത്, ഈ കുനൂത്തുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും സംശയമുണ്ടാകും. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിത്തർ നമസ്കാരത്തിൽ കുനൂത്ത് ഓതേണ്ട സമയം എന്നുള്ളത്, അതായത് എപ്പോഴാണ് വിത്തർ നമസ്കാരത്തിൽ കുനൂത്ത് ഓതേണ്ടി വരുന്നത്, അത് വിശുദ്ധമായ റമദാനിലെ 2ാം പകുതിയിലെ വിത്തറിലാണ്. റമദാനിലെ 2ാം പകുതിയിലെ വിത്തർ എന്ന് വെച്ചാൽ റമദാൻ 16ാമത്തെ രാവ് മുതൽ അവസാന രാവ് വരെയുള്ള വിത്തർ നമസ്കാരങ്ങളാണ് കുനൂത്ത് ഓതേണ്ടത്. അപ്പൊ വിത്തറിൽ കുനൂത്ത് ഓതേണ്ടത് എപ്പോഴാണ്? റമദാനിലെ 16ാം രാവ് മുതൽ, 16ാമത്തെ രാത്രി ഓതണം, അവസാനത്തെ രാവ് വരെയുള്ള ദിനങ്ങളിലെ വിത്തർ നമസ്കാരത്തിലാണ് കുനൂത്ത് ഓതേണ്ടത്. ഇതും കുനൂത്ത് ഓതേണ്ടത് വിത്തർ നമസ്കാരത്തിലെ അവസാനത്തെ റക്അത്തിലെ ഇഴ്തിദാലിലാണ് കുനൂത്ത് ഓതേണ്ടത്. അതും സുബ്ഹി നമസ്കാരത്തിൽ നമ്മൾ ഓതുന്നത് പോലെ ഇഴ്തിദാൽ സാധാരണ ചൊല്ലുന്ന തസ്ബീഹിന് ശേഷമാണ് ഈ കുനൂത്ത് ഓതേണ്ടത്. ആ വിഷയം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഈ കുനൂത്ത് ഓതുന്നതിന്റെ വിധി സുബ്ഹി ഓതുന്ന കുനൂത്ത് അതേ കുനൂത്താണ്. അതായത് പതിവായ കുനൂത്ത് എന്നാണ് പറയാ. പതിവായ കുനൂത്ത് എന്ന് വെച്ചാൽ ഒന്ന് ഈ റമദാനിലെ 2ാം പകുതിയിലെ വിത്തറിലെ കുനൂത്തും അതേപോലെ എല്ലാ ദിവസവുമുള്ള സുബ്ഹി നമസ്കാരത്തിലെ കുനൂത്തിനിക്കാണ് പതിവായ കുനൂത്ത് എന്ന് പറയാം. ഈ കുനൂത്തിന്റെ വിധി എന്നുള്ളത് അബാദ സുന്നത്താണ്. അതായത് സുന്നത്താണ്, അതേ സമയത്ത് അബാദ സുന്നത്ത് കൂടിയാണ്. അപ്പൊ ഈ കുനൂത്ത് മറന്നാൽ സുജൂദ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്.
ഇത് സഹബിന്റെ സുജൂദ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നേരത്തെ ഞാൻ വീഡിയോയിൽ കൃത്യമായി കുനൂത്തിന്റെ രൂപവും സഹബിന്റെ സുജൂദും അവരുടെ നിയത്തും കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നാലും ഇത്ര മനസ്സിലാക്കിയാൽ മതി. ഈ കുനൂത്തുന്നതിന്റെ വിധി എന്താണ്? അത് സുബ്ഹിയിലോതുന്ന അതേ കുനൂത്തിന്റെ വിധിയാണ്. അബയാദ് സുന്നത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ്. ആ കുനൂത്ത് മറന്നാൽ അവിടെ സഹബിന്റെ സുജൂദ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആവശ്യം കൂടി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇൻഷാ അല്ലാഹ് ഏകദേശ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റയ്ക്കൊക്കെ നിസ്കരിക്കുമ്പോൾ നമ്മൾ സുബ്ഹിലാണെങ്കിലും ഇനി റമദാനിലെ വിത്റിലാണെങ്കിലൊക്കെ കുനൂത്ത് മറന്നിട്ട് നമ്മൾ നേരെ സുജൂദിലേക്ക് എത്തി. അതായത് റുക്കൂവിന്റെ സ്ഥാനമൊക്കെ പിന്നിട്ടു. നമ്മൾ സുജൂദിലേക്ക് കുനിയാൻ പോയി സുജൂദിലേക്ക് എത്തി. അങ്ങനെ സുജൂദിലേക്ക് എത്തിയാൽ നമ്മൾ രണ്ടാമത് കുനൂത്തിന് വേണ്ടി മടങ്ങരുത്. ആവശ്യം കൂടി പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇനി ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണോ ഇമാമ് ചെയ്യുന്നത് അതുപോലെയാണ് നമ്മളും ചെയ്യേണ്ടത്. ആവശ്യം കൂടി ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് വിത്ർ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ. അതായത് വിത്ർ നിസ്കാരത്തിന് ശേഷമുള്ള ദുആ എന്ന് വെച്ചാൽ വിത്ർ നിസ്കാരം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷമുള്ള ദുആ. പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം എന്ന് വെച്ചാൽ 3 നിസ്കരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ 3 റക്അത്ത് പൂർത്തിയായതിനു ശേഷം. ഇനി 11 നിസ്കരിക്കുകയാണെങ്കിൽ ആ 11 റക്അത്തും പൂർത്തിയായതിനു ശേഷം, ആ 11ാമത്തെ റക്അത്തും സലാം വീട്ടിയതിനു ശേഷം, അല്ലെങ്കിൽ ഒരു റക്അത്ത് നിസ്കരിക്കുന്നെങ്കിൽ ആ ഒരു റക്അത്ത് തന്നെ കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ വിത്ർ നിസ്കാരം പൂർണ്ണമായും കഴിഞ്ഞതിന് ശേഷം സലാം വീട്ടിയതിനു ശേഷം ഉള്ള ഒരു ദുആവും ദിക്റുമാണ് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതായത് വിത്ർ നിസ്കാരം പൂർത്തിയായി കഴിഞ്ഞാൽ സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നുള്ളത് 3 പ്രാവശ്യം പറയാം. അതിൽ 3ാമത്തെ തന്നെ ഒരല്പം ഉറട്ടിയായിട്ട് പറയാം. എങ്ങനെയാണ് പറയേണ്ടത്? സുബ്ഹാനൽ മലിക്കുൽ ഖുദ്ദൂസ് എന്നാണ് പറയേണ്ടത്. ശ്രദ്ധിക്കുക. അതിനുശേഷം ചെറിയൊരു ദുആ ചെയ്യുക. ഈ ദുആ ഞാൻ നിങ്ങൾക്ക് ഈ ദുആന്റെ ഉള്ളടക്കം മാത്രമാണ് പറഞ്ഞു തരുന്നത്. ഞാൻ നേരത്തെ പലപ്പോഴുമായി സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയുന്ന കാര്യമാണ്. ദുആ ചെയ്യുമ്പോൾ വളരെ ആത്മാർത്ഥതയോടെ കൈകൾ ഉയർത്തണം. തുടക്കത്തിൽ ഹംദ് പറയണം, സലാത്ത് പറയണം, സലാം പറയണം. അവസാനവും സലാത്തും സലാമും ഹംദൊക്കെ പറഞ്ഞിട്ടാണ് ദുആ അവസാനിപ്പിക്കേണ്ടത്. ഇതൊക്കെ നമ്മൾ എല്ലാ ദുആയിലും പാലിക്കണം, ഈ മര്യാദകളൊക്കെ. ഞാനിപ്പോൾ പറയുന്നത് വിത്ർ നമസ്കാരമുള്ള ദുആന്റെ ഏറ്റവും ചെറിയൊരു ഉള്ളടക്കാണ്. ആ ദുആ ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതേതാണ് വിത്ർ നമസ്കാരമുള്ള ദുആ? കൃത്യമായി ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഇന്നി അഊദു ബിറിദാക മിൻ സുഖ്തിക വബിമുആഫാതിക മിൻ ഉഖൂബതിക വബിക മിൻക ലാ ഉഹ്സി സനാഅൻ അലൈക അൻത കമാ അസ്നൈത അലാ നഫ്സിക. ഇൻഷാ അല്ലാഹ് ഈ ദുആവും കൂടി ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ വിശാലമായ അർത്ഥമുള്ള ഒരു ദുആ കൂടിയാണിത്. പിന്നെ നമുക്ക് ആ പറ്റുന്ന രൂപത്തിൽ, അത് മലയാളത്തിലാണെങ്കിലും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. വിത്ർ നിസ്കാരം എന്നുള്ളത് ഏറെ മഹത്വമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ പൊരുത്തപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, നിങ്ങളുടെയൊക്കെ ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.